ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇപ്പോൾ ഈ വ്ളോഗിൽ ഞാനൊരു ചിക്കൻ കറിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഓയിൽ അധികം ചേർക്കാതെ വെളിച്ചെണ്ണയാണ് ഞാനിതിൽ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ മതിയാവും. ആദ്യമേ മൺചട്ടി ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ച് ചേർക്കണം. അപ്പോൾ ആ എണ്ണ ചൂടായതും വെളുത്തുള്ളി ചേർത്തു. അപ്പം അതിൻ്റെ കൂടെ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചതച്ചത് അതും കൂടി ചേർത്തു. അപ്പം അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം രണ്ടിൻ്റെയും പച്ചമണം മാറുന്ന വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് എണ്ണ ആവശ്യമില്ല. ഈ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതിയാവും ഈ ചിക്കൻ കറിക്ക്. അപ്പോൾ കുറച്ച് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്ന വരെ നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ചെറിയ ഉള്ളി 100 ഗ്രാം 150 ഗ്രാം ഉണ്ടാവും. അപ്പോൾ 1-2 അരിഞ്ഞ് കട്ട് ചെയ്ത് അതും കൂടി ഞാൻ ചേർത്തു. ഇപ്പോൾ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറിയതും ഉള്ളി ചേർക്കുക, ചെറിയ ഉള്ളി. ഞാൻ 1.5 കിലോ ചിക്കനാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ഉള്ളിയാണ് 150 ഗ്രാം ഉള്ളി, ഇല്ല 100 ഗ്രാം ആണെങ്കിലും മതിയാവും. ഇതിൻ്റെ കൂടെ നമ്മൾ സവാളയും കൂടി ചേർക്കും. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കണം. ഇപ്പം ചെറിയ ഉള്ളി ഒന്ന് പകുതി വഴണ്ട് അതിൻ്റെ പച്ചമണം ഒന്ന് കുറയുമ്പം 2 സവാള നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ഓരോന്നും തനിച്ച് നമ്മൾ ചേർത്ത് വഴറ്റി കൊടുക്കുന്നത് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഉള്ളിയും സവാളയുടെ പച്ചമണം മാറി അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവണം. അപ്പം അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് കല്ലുപ്പ് ചേർത്തു. അപ്പോൾ ഈ ഉള്ളി സവാള പെട്ടെന്ന് വഴണ്ട് അതിൻ്റെ കളർ മാറാൻ വേണ്ടി ആണ് കുറച്ച് ഉപ്പ് ചേർത്തത്. ഇപ്പോൾ പിന്നീട് കുറച്ചുകൂടി നമ്മൾ ഇറച്ചിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർക്കും. ഇപ്പോൾ ഞാൻ ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്തു. 5 പച്ചമുളക് ഞാൻ 2ആയിട്ട് മുറിച്ചത് അതും കൂടി ചേർത്തു. പച്ചമുളക് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ 2 തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയുടെ പച്ചമണം മാറി നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഉള്ളിയുടെ കളറ് മാറി തക്കാളിയൊക്കെ വഴണ്ട് കഴിഞ്ഞതിന് തന്നെ പൊടികൾ ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഞാൻ ആദ്യം ചേർത്ത വെളിച്ചെണ്ണ മാത്രം മതിയാവും. പിന്നെ നമ്മൾ ഇടയ്ക്ക് എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എണ്ണ അധികം ചേർക്കാൻ പറ്റാത്തവർക്കും കൂടി ഇത് കഴിക്കാവുന്ന ചിക്കൻ കറിയാണ്. ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ചേർക്കുക. ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഒരെണ്ണം മതിയാവും. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും. ഉരുളക്കിഴങ്ങ് ചേർത്തത് തന്നെ 1.5 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളം കളയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചേർത്ത് നന്നായിട്ട് ഈ മസാലയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഗരം മസാല പൊടി ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഇറച്ചിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് കല്ലുപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി കല്ലുപ്പ് ഇറച്ചി വേവാൻ വേണ്ടി അതിൽ പിടിക്കാനും വേണ്ടി ബാക്കിയുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ഇറച്ചിയിലുള്ള വെള്ളമാണ് ഇറങ്ങി വരുന്നത്. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. ഇതുവരെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തു. അത് ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വേവാൻ വേണ്ടിയാണ്. 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് അടപ്പ് കൊണ്ട് നമ്മൾ അടച്ച് വെക്കുക. അപ്പോൾ തീ കൂട്ടി തന്നെ വെക്കണം.
അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് തുറക്കുമ്പം അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായിട്ട് ചാറ് വന്നിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് കുറുകി ആ ഇറച്ചിയും ചിക്കനും ഉരുളക്കിഴങ്ങും നന്നായിട്ട് വെന്ത് കിട്ടാൻ ഈ ചാറ് മതിയാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി അടച്ച് വയ്ക്കുക. അപ്പം അടച്ച് വയ്ക്കുമ്പോൾ മേളിൽ കണ്ട എണ്ണ തെളിഞ്ഞ് വന്നു. ആ സമയത്ത് ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പെരുംജീരകപ്പൊടി 1/4 ടീസ്പൂൺ, ഇത് മൂന്നും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മൾ മസാലപ്പൊടികളൊന്നും ഗരം മസാലപ്പൊടിയൊന്നും ചേർത്തില്ല. ഈ സമയത്ത് ചേർക്കണം. ഇപ്പോൾ ചിക്കൻ പകുതി വേവായിട്ടുണ്ടാകും. ആ സമയത്താണ് നമ്മൾ ഈ പൊടികൾ ചേർക്കേണ്ടത്. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി അടച്ച് വയ്ക്കുക. അപ്പോൾ ലാസ്റ്റ് മേളിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പാകമായി. അപ്പോൾ ചിക്കൻ വെന്തോ നോക്കി മേളിൽ എണ്ണയും തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് പച്ച കറിവേപ്പില ചേർക്കാം. ചെവിതരി കൊടുക്കുക പച്ചക്കറിവേപ്പില. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് മേളിൽ വിതറി കൊടുക്കുക. മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കറിവേപ്പിലയും മല്ലിയിലയും കൂടി മേളിൽ വിതറി ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഓഫാക്കുക. തീ ഓഫാക്കി അടപ്പ് കൊണ്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ സെമി ഗ്രേവി ചിക്കൻ കറി റെഡിയായി. അധികം എണ്ണ കൂട്ടാൻ പറ്റാത്തവർക്കും കൂടി കഴിക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി നിങ്ങളും ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പക്ഷെ ചിക്കനിലുള്ളതും എല്ലാം ചേർത്ത് മേളിൽ തെളിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഓക്കേ.